ജയിലിൽ പൾസർ സുനി ഒളിഞ്ഞിരുന്ന് ഫോൺ ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു. ദൃശ്യങ്ങളിൽ സഹതടവുകാരൻ ജിൻസനുമുണ്ട്. CCTV ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി TP പ്രശാന്ത് ചെയ്യുന്നു. പ്രശാന്ത്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയതൊക്കെ ദൃശ്യങ്ങളുടെ വിശദാംശങ്ങൾ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലായിരുന്നു കാക്കനാട് ജയിലിൽ പോലീസിന്റെ ശാസ്ത്രീയ പരിശോധന നടന്നത്. പൾസർ സുനിയുടെ ജയിലിലെ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 5 അംഗ ഫോറൻസിക് സംഘം പ്രധാനമായും പരിശോധിച്ചത്. പൾസർ സുനി ഫോൺ വിളിക്കുന്ന ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ സഹതടവുകാരൻ ജിൻസനെയും ദൃശ്യങ്ങളിൽ കാണാം. ജയിലിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. അതിനുവേണ്ടി പോലീസ് സംഘം ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ സംഘത്തിന്റെ പരിശോധന നടക്കുന്നതിനിടെയാണ് സുനിയെ അങ്കമാലി കോടതിയിൽ നിന്നും കാക്കനാട് ജയിലിൽ എത്തിച്ചത്. സുനിയിൽ നിന്നും ചില നിർണായക വിവരങ്ങളും പരിശോധനാ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഒപ്പം ജയിലിൽ സുനിയുടെ സഹതടവുകാരായിരുന്നവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സന്ദർശന ഡയറിയും പരിശോധിച്ചു. സുനിക്ക് ഫോണും സിമ്മും എത്തിച്ചു നൽകിയ സുഹൃത്തായ മഹേഷാണ്. തമിഴ്നാട് വടവളനയിൽ നിന്നും വ്യാജവിലാസമെടുത്ത സിം ആണിതെന്ന് വ്യക്തമായിരിക്കുന്നു. 5 മണിക്കൂർ നേരം നീണ്ടുനിന്ന ശാസ്ത്രീയമായ പരിശോധനയായിരുന്നു. കളമശ്ശേരി CI ജയകൃഷ്ണനും അതുപോലെ തന്നെ ഇൻഫോ പാർക്കുമാണ് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇവിടെ നേതൃത്വം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങളുമായി ഫോറൻസിക് സംഘം ഇനി അത് ലാബിലേക്ക് അയക്കുന്ന അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അജിംഷാ. ശരി പ്രശാന്ത്, ഇപ്പോൾ ഇൻഫോ പാർക്ക് CI രാധാമണി ജയിലിലെ പരിശോധനകൾക്ക് ശേഷം പുറത്തേക്കെത്തുന്നു. അതിനുശേഷം രാധാമണി മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ കേൾക്കാം. എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അത് FSL ആണല്ലോ പരിശോധിച്ചത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. അത് FSL പരിശോധിച്ചത്. FSL പറയാൻ പറ്റൂ. അത് FSL പരിശോധനയ്ക്ക് കൊണ്ടുപോകും. അവര് പരിശോധിക്കും. അതിനെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല.